വീർ സവർക്കർ ചോദ്യവിവാദത്തിലെ സസ്പെൻഷൻ ഉത്തരവിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ട് നടപടി നേരിട്ട അധ്യാപകൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. സസ്പെൻഷൻ ഉത്തരവ് നിയമവിരുദ്ധമെന്നും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്നും ഗുരുപ്രസാദ് മാസ്റ്റർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യം അതൊരു ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയെന്നത് മാത്രമാണ് ഗുരുപ്രസാദ് മാസ്റ്റർ ചെയ്ത തെറ്റ്. അതിന് മുസ്ലിം ലീഗിന്റെ മന്ത്രിക്ക് അത് ഒട്ടും സഹിച്ചില്ല. ഈ നാട്ടിലെ ജിഹാദികൾക്ക് അതൊട്ടും സഹിച്ചില്ല. പിന്നാലെ വരുന്നു നിയമവിരുദ്ധം എന്ന് തന്നെ പറയാവുന്ന ഒരു നടപടി. അതായത് ശരിയായ ഉത്തരം, ശരിയായ ചോദ്യം അത് ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയ എന്നുള്ള കുറ്റം കണ്ടെത്തി അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ കോടതിയിലെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രീത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ വസ്തുത പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ വിധം സംസ്ഥാനത്ത് അധ്യാപകൻ ക്രൂശിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു നടപടി തനിക്കെതിരെ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന, വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്ന നടപടി അന്യായമാണ്, അത് പിൻവലിക്കണം എന്നത് തന്നെയാണ് ഈ ഒരു ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഫ്രീഡം ക്വിസിൽ സവർക്കർ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അധ്യാപകൻ പളന്തെടുക്ക AUP സ്കൂളിലെ ഗുരുപ്രസാദ് ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജിയിൽ അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അച്ചടക്ക നടപടി സ്റ്റേ ചെയ്യണം, തനിക്കെതിരായ ചരിത്ര ചോദ്യത്തിനുള്ള ഉത്തരമാണ് VD സവർക്കർ. ആ ഒരു ചരിത്രപരമായ വസ്തുത, അതിന് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഏറ്റവും അധികം കാലം ജയിൽവാസം അനുഭവിച്ച ആളാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ഇത്രയധികം ത്യാഗോജ്വല ജീവിതം നയിച്ചിട്ടുള്ള ആളുകളിൽ ഏറ്റവും മുൻനിരയിൽ നിർത്താവുന്ന ആൾ തന്നെയാണ് വീർ സവർക്കർ. അങ്ങനെയുള്ള വീർ സവർക്കർ വർഷങ്ങളോളം ജയിൽവാസം അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന്റെ ഉത്തരം വീർ സവർക്കർ തന്നെയാണ്. അത് എങ്ങനെയാണ് ഒരു നടപടിക്ക് കാരണമാവുന്നത് എന്ന ചോദ്യം തന്നെയാണ് അദ്ദേഹം പ്രധാനമായും ഇരിക്കുന്നത്. തടവ് ജീവിതത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഉണ്ട്. സവർക്കറുടെ പേരിൽ തപാൽ സ്റ്റാമ്പ് ഉണ്ട് എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ഈ വർഷം ഓഗസ്റ്റ് 6 ക്വിസ് മത്സരത്തിലാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന ചോദ്യത്തിന് വീർ സവർക്കർ എന്ന ഉത്തരം അധ്യാപകൻ നൽകിയത്. എന്നാൽ ആ ഒരു ചോദ്യം ചോദിച്ചതും അല്ലെങ്കിൽ അത് തെറ്റായ ചില സന്ദേശങ്ങൾ നൽകാനാണ്, തെറ്റായ ചില പ്രചാരണങ്ങളുടെ ഭാഗമായിട്ടാണ് വീർ സവർക്കറുടെ ചോദ്യം ഉൾപ്പെടുത്തിയത് എന്നെല്ലാമുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വിധത്തിൽ അധ്യാപകനെതിരെ നടപടിയിലേക്ക് കടന്നത്. അതിൽ മുസ്ലിം ലീഗിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ട്, മുസ്ലിം ലീഗിലെ ചില നേതാക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ട്. അങ്ങനെ മത, സാമുദായിക, രാഷ്ട്രീയ താല്പര്യങ്ങളുടെ എല്ലാം സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നൊരു വിമർശനമായിരുന്നു പല കോണുകളിൽ നിന്ന് വ്യാപകമായി ഉയർന്നത്. ഇതു സംബന്ധിച്ച് തന്നെയാണ് അധ്യാപകൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതും അല്പസമയത്തിനകം ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്.